കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ വോട്ടെണ്ണലിൽ അപാകതയെന്ന് പരാതി. LDF സ്ഥാനാർത്ഥി ജോളി മടക്കക്കുഴിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ 12ാം വാർഡിൽ പട്ടിമറ്റ നോർത്ത് ബൂത്തിലെ വോട്ടുകൾ ഫലത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് പരാതി. 614 ആളുകളാണ് ഇവിടെ വോട്ട് ചെയ്തത്. എന്നാൽ അതത് സ്ഥാനാർത്ഥികൾക്ക് ഈ വോട്ടുകൾ രേഖപ്പെടുത്തിയില്ലെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ ആരോപണം. കൌണ്ടിംഗ് ഷീറ്റ് ROയുടെ കയ്യിൽ എത്താതെ അബദ്ധം പറ്റിയതാകാമെന്നാണ് കരുതുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി LDF സ്ഥാനാർത്ഥി ജോളി മടക്കക്കുഴി ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. എനിക്ക് മൊത്തം ആകെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം 297 അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കൗണ്ടിംഗ് സെൻ്ററാണ് ഉള്ളത്. ആ 3 കൗണ്ടിംഗ് സെൻ്ററിൽ കാഞ്ഞിരപ്പള്ളി ക്രമക്കേട് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇവരുടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ നെടുങ്കുന്നവും അതുപോലെ വെള്ളൂരും ഇതുപോലെ സമാനമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ പോസ്റ്റൽ ബാലറ്റ് 45 എണ്ണാതെ വെച്ചിരിക്കുക. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കളക്ടർ. ഈ പരാതി 127 വോട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടെ അന്വേഷിച്ച് സമഗ്രമായി ഇത് റീകൗണ്ട് ചെയ്യുകയും അതുപോലെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ ജില്ലാ കളക്ടർ തെറ്റിദ്ധരുത്താൻ നിർദ്ദേശം നൽകി. ഈ വോട്ടുകൾ ചേർത്തതോടെ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 295 നിന്നും 132 കുറഞ്ഞു. ഒരു കൌണ്ടിംഗ് സെന്ററിലെ പിഴവാണ് ഇപ്പോൾ പുറത്തു വന്നത്. മറ്റു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ എന്നും LDF സ്ഥാനാർത്ഥിക്ക് ആശങ്കയുണ്ട്. സംഭവത്തിൽ കളക്ടർ ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർമാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായ തോമസ് കുന്നപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ വിജയിച്ചത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.